രാഷ്ട്രീയത്തിൽ ഇങ്ങനെ യുവാക്കളുടെ നിരാശയും സോഷ്യൽ മീഡിയയുടെ പരിഹാസ ഭാഷയും ഒരുമിച്ച് ചേർന്നപ്പോൾ പിറന്ന ഒരു വ്യത്യസ്ത പരീക്ഷണം. അതാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി. സ്ത്രീ സംവരണം മുതൽ പാർട്ടി മാറുന്ന ജനപ്രതിനിധികൾക്ക് വിലക്ക് വരെ. വെറും ട്രോളല്ല, രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിവെച്ചിരിക്കുന്ന 4 പ്രധാന ലക്ഷ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. അത് എന്തൊക്കെയാണ് ആ 4 ആവശ്യങ്ങൾ എന്ന് നമുക്ക് നോക്കുകയും ചെയ്യാം. ഈ കോക്രോച്ച് ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്ന 4 പ്രധാനപ്പെട്ട ആശയങ്ങൾ. അതിലൊന്ന് വളരെ കൗതുകമുള്ളതാണ്, പക്ഷേ വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ്. മന്ത്രിസഭാ പദവികളിൽ 50% സ്ത്രീ സംവരണം വേണം എന്നതാണ് കോക്രോച്ച് ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നോക്കൂ, കേരളത്തിലാണെങ്കിൽ പോലും എത്ര വനിതകളാണ് ജയിച്ചു കയറിയത്, അതിൽ എത്ര പേരാണ് മന്ത്രിസ്ഥാനെത്തിയത്. ആ അനുപാതം നോക്കിയാൽ തന്നെ കാണാം. ഇപ്പോൾ സ്ത്രീകളുടെ വികസനമാണ് ലക്ഷ്യമിട്ടത് എന്ന് പറയുമ്പോഴാണ് ഈ സ്വാഭാവികമായും കണക്കുകൾ പരിശോധിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വനിതാ ശാക്തീകരണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ മന്ത്രിസഭാ പദവികളിൽ 50% സ്ത്രീ വരണം. അതാണ് കോക്രോച്ച് ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, നമ്മൾ കാണാറുണ്ട് പല ജനപ്രതിനിധികളും പലതരത്തിൽ അധികാരത്തിലെത്തിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ അധികാരത്തിലെത്താൻ വേണ്ടിയും സ്ഥാനമാനങ്ങൾക്കൊക്കെ വേണ്ടിയും ചാട്ടവും മറിച്ചിലും നടത്തുന്നത് കാണാം. കോക്രോച്ച് ലക്ഷ്യങ്ങൾ രണ്ടാമത്തേതെന്ന് പറയുന്നത് ജനപ്രതിനിധി പാർട്ടി മാറിയാൽ 20 വർഷം വിലക്ക് ഏർപ്പെടുത്തണമെന്നാണ്. ഇപ്പോൾ നോക്കൂ, ഇതൊക്കെ ആനുകാലിക പ്രസക്തി ഉള്ളതാണ് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ വനിതാ സംവരണത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്നില്ലേ, AIADMK TVKൊപ്പം കക്ഷി ചേർന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അവർ ഈ പറഞ്ഞതുപോലെ പാർട്ടി മാറുന്നതിന് അല്ലെങ്കിൽ നിലപാട് മാറ്റുന്നതിനൊക്കെ തയ്യാറായത്. അങ്ങനെ ജനപ്രതിനിധി പാർട്ടി മാറിയാൽ 20 വർഷം വിലക്ക് ഏർപ്പെടുത്തണമെന്നാണ് കോക്രോച്ച് ലക്ഷ്യങ്ങളുടെ രണ്ടാമത്തേത്. ഇനി നമുക്ക് മൂന്നാമത്തെ ലക്ഷ്യം പരിശോധിച്ചാൽ, വിരമിച്ച ചീഫ് ജസ്റ്റിസുമാർക്ക് രാജ്യസഭാ പദവി പാടില്ല. അതായത് ന്യായാധിപന്മാർ ഒരു പക്ഷം പിടിക്കുന്ന പദവിയിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോടെയോ അല്ലെങ്കിൽ അവരുടെ നോമിനിയായോ രാജ്യസഭാ പദവിയിലേക്ക് എത്തരുത്, അല്ലെങ്കിൽ മറ്റു പദവികളിലേക്ക് എത്തരുത് എന്നതാണ് കോക്രോച്ച് ലക്ഷ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന, കോക്രോച്ച് ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം. വിരമിച്ച ചീഫ് ജസ്റ്റിസുമാർക്ക് രാജ്യസഭാ പദവി പാടില്ല. നാലാമത്തേത്, ഗോദി മീഡിയ സാമ്പത്തിക ഇടപാട് പരിശോധിക്കുന്നതാണ്. നമുക്കറിയാം, വലിയ രീതിയിൽ ചർച്ചയാകുന്നതാണ്. ഗോദി മീഡിയ എന്ന് പറയുന്ന രീതിയിൽ ഈ മാധ്യമങ്ങളെ സ്വാധീനിക്കുന്നത്, പണം നൽകി വാർത്തകൾ നൽകുന്നത്, ആ രീതിയിൽ സമൂഹത്തിൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഭരണകൂടത്തിന് വേണ്ടി അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തടയിടണമെന്നതാണ് നാലാമത്തെ ഒരു ആവശ്യമായി മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ ഇതാ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പഴയ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തതിന് പിന്നാലെ പുതിയ എക്സ് അക്കൗണ്ടുമായി എത്തുന്നു കോക്രോച്ച് ജനതാ പാർട്ടി. കോക്രോച്ച് ഈസ് ബാക്ക് എന്ന പേരിലാണ് അക്കൗണ്ട്. അപ്പോൾ മറക്കണ്ട, കോക്രോച്ച് ഈസ് ബാക്ക് എന്ന പേരിലാണ് അക്കൗണ്ട്. ഓരോ മിനിറ്റിലും 500-ലധികം പേരാണ് അക്കൗണ്ട് പുതുതായി ഫോളോ ചെയ്യുന്നത്. പ്രതീക്ഷിച്ച നടപടി എന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത്ത് ദീപകെ പ്രതികരിച്ചത്.